അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ? അതെ, അങ്ങനെ ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ രാംലീല മൈതാനത്തെത്തി കേന്ദ്ര സർക്കാരിനെതിരായ വേണമെങ്കിൽ ഒരു സമരപ്രഖ്യാപനമെന്നോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അവിടെ ഒരു വലിയ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നു. മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും സംസാരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ രാജ്യത്ത് പ്രതിപക്ഷ ഐക്യത്തിന്റെ കാഹളമായി അത് മാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതൊന്നും അതത് സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനത്തിൽ കണ്ടില്ല എന്നൊരു വിമർശനം കൂടി ഉയരുന്നുണ്ട് അല്ലേ? ബംഗാളിൽ ഇപ്പോൾ ഡെറിക് ഒബ്രിയൻ ഇന്ന് ഈ രാംലീല മൈതാനിയിൽ വന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. പക്ഷേ ഡെറിക് ഒബ്രിയന്റെ പാർട്ടി അവിടെ ഇടതുമുന്നണിയെയും കോൺഗ്രസിനെയും ഒപ്പം കൂട്ടിയില്ല. അങ്ങനെ അതൊക്കെ പറയുമ്പോഴും ഈ പ്രതിപക്ഷ ഐക്യം BJP-ക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, NDA-ക്കെതിരെ രൂപം കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ വലിയ മുന്നറിയിപ്പ് കൂടി ഇന്ന് നമ്മൾ അവിടെ കേട്ടു. കേരളത്തിൽ പോലും ഈ പറയുന്നത് പോലെ സഖ്യമായിട്ടല്ല മത്സരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഈ INDA അതായത് ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷം 28 പാർട്ടികളുടെയും എല്ലാ നേതാക്കളും, പ്രമുഖ നേതാക്കളെല്ലാം ഒരൊറ്റ വേദിയിൽ അണിനിരക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഇന്ന് ഡൽഹിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ആ രീതിയിൽ ഒരൊറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഒരു വൻ ഫൈറ്റ് ആയിരിക്കും ഇത്തവണ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടാവുക അല്ലേ? അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനകൾ ഇന്ന് രാംലീല മൈതാനിയിലെ നേതാക്കളുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒത്തുചേർന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം സോണിയാഗാന്ധി ഒരു പൊതുയോഗത്തിൽ അവിടെ പങ്കെടുത്തു എന്നൊരു പ്രത്യേകത കൂടി രാംലീല മൈതാനിയിലെ യോഗത്തിനുണ്ട്. മല്ലികാർജുൻ ഖാർഗെ ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മമതാ ബാനർജിയുടെ പ്രതിനിധികൾ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, സീതാറാം യെച്ചൂരി, തേജസ്വി യാദവ്, ഫറൂഖ് അബ്ദുള്ള, അങ്ങനെ പോകുന്നു പങ്കെടുത്ത നേതാക്കളുടെ നീണ്ട നിര. അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കാളി സുനിത കെജ്രിവാളും ഹേമന്ത് സോറന്റെ പങ്കാളി കൽപ്പന സോറനുമായിരുന്നു ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രങ്ങൾ. അതായത് ഇരു നേതാക്കളും ഇപ്പോൾ ED കസ്റ്റഡിയിലാണ് അല്ലെ, ഒരാൾ ജയിലിലുമാണ്. അഴിമതിക്കാരുടെ കൂട്ടായ്മ എന്നാണ് യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചത്. നിറയെ ചൂടുള്ള വാർത്തകളുമായി അങ്ങനെ ഇലക്ഷൻ സ്റ്റണ്ട് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് സുസ്വാഗതം. നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നു ഇന്നത്തെ ഏറ്റവും ചൂടുള്ള, തിളച്ചുമറിയുന്ന ആ വാർത്ത, ഇലക്ഷൻ ഹോട്ട്. ഇന്നത്തെ ഏറ്റവും ചൂടുപിടിച്ച വാർത്ത അത് തന്നെയാണ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്ത. അതിലേക്ക് തന്നെ പോകാം. ആ റിപ്പോർട്ടിലേക്കാണ്. രാജ്യ തലസ്ഥാനത്ത് ശക്തി പ്രകടനത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി. സോണിയാഗാന്ധി അടക്കം 28 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കൊപ്പം കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും രാംലീല മൈതാനത്ത് അണിനിരന്നു. നവഭാരത നിർമ്മാണത്തിനായി പിന്തുണ തേടിയുള്ള കെജ്രിവാളിന്റെ സന്ദേശം വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. 400 സീറ്റിനായി പ്രധാനമന്ത്രി മോദി ഏജൻസികളെ ഉപയോഗിച്ച് മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രതിപക്ഷത്തിനു മറുപടിയായി മീററ്റിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കെതിരായ പോരാട്ടത്തെ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. രാഷ്ട്രഗാൻ കെ ലിയേ ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ ശക്തി പ്രകടനമായി മാറുകയായിരുന്നു രാംലീലയിലെ ജനാധിപത്യ സംരക്ഷണ മഹാറാലി. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗത്തിനെതിരെ ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ച മഹാറാലിയിൽ അണിനിരുന്നത് 28 പ്രതിപക്ഷ പാർട്ടികളാണ്. മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സീതാറാം യെച്ചൂരി, D. രാജ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് അടക്കം പ്രധാന നേതാക്കളെല്ലാം വേദിയിൽ കൈകോർത്തു. ഒപ്പം കെജ്രിവാളിന്റെ ഭാര്യ സുനിതയും ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പനയും. സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുക തന്നെ ചെയ്യുമെന്ന ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ സന്ദേശം സുനിത വായിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഏജൻസികളെ ഉപയോഗിച്ചുള്ള നരേന്ദ്രമോദിയുടെ മാച്ച് ഫിക്സിംഗ് ആണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചപ്പോൾ രാംലീല മൈതാനത്ത് പ്രിയങ്ക മോദിയെ ഉപമിച്ചത് എല്ലാം ഉണ്ടായിട്ടും പരാജയപ്പെട്ട രാവണനോട്. रथ रावण के पास था, संसाधन रावण के पास थे, सेना रावण के पास थी, सोना रावण के पास थी, वो तो सोने की लंका में रहता था. കേന്ദ്ര നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്ന് ഉദ്ധവ് താക്കറെ. കെജ്രിവാളിനായുള്ള പ്രതിഷേധമല്ല, ഭരണഘടനയെ രക്ഷിക്കാനാണ് ഒത്തുചേർന്നതെന്ന് മെഹബൂബ മുഫ്തി. രാജ്യം ആരുടെയും പിതൃസ്വത്തല്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. കോൺഗ്രസ് പാർട്ടിയെ കേന്ദ്രം വരിഞ്ഞു മുറുക്കിയെന്നും 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാട്ടമെന്നും മല്ലികാർജുൻ ഖർഗെ. രാജ്യത്തെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പെന്ന സംയുക്താഹ്വാനമാണ് മഹാറാലിയിൽ ഇന്ത്യ സഖ്യം നൽകിയത്.
റാലി പിരിഞ്ഞ് നിമിഷങ്ങൾക്കകം ഇന്ത്യാ സഖ്യത്തിനെതിരെ മീററ്റിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത വിമർശനമുയർത്തി. പ്രതിപക്ഷം അഴിമതിക്കെതിരായ പോരാട്ടത്തെ തടസ്സപ്പെടുത്തുന്നു. जब मोदी पूरी ताकत से भ्रष्टाचार के खिलाफ लड़ाई लड़ रहा है तो इन लोगों ने मिलकर एक इंडी गठबंधन भी बना लिया है. അയോധ്യ രാമക്ഷേത്രവും വനിതാ സംവരണ ബില്ലും സർക്കാരിന്റെ നേട്ടങ്ങളായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതുവരെ കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണെന്നും മൂന്നാം ഊഴത്തിനായി പരിശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം വിഷയമാക്കി രാംലീല മൈതാനത്ത് വിളിച്ച മഹാറാലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറി. ഈ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ മാത്രമല്ല രാജ്യത്തെ രക്ഷിക്കാൻ എന്നാണ് സംയുക്ത ആഹ്വാനം. എന്നാൽ അഴിമതിക്കെതിരായ പോരാട്ടത്തെ തടയാനാണ് ശ്രമമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിരോധം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. വിജയകുമാർ, അപ്പോഴും ഇപ്പോൾ BJP അല്ലെങ്കിൽ NDA പറയുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മറ്റൊരു പേരില്ല, അത് നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ മറുഭാഗത്ത് ഈ പ്രതിപക്ഷ ഐക്യനിരയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നൊരു വലിയ ചോദ്യം, അതിന് ഉത്തരമുണ്ടോ? പ്രതിനിധി, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇതിൽ അതത് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ കൂട്ടായ്മ ഏത് തരത്തിൽ ആ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ബംഗാൾ ഉദാഹരണമായി പറഞ്ഞല്ലോ. അവിടെ ഈ സഖ്യം ഡൽഹിയിൽ യോഗം ചേരും, അതിൽ മമതാ ബാനർജി ഡെറിക് ഒബ്രിയനെ അയക്കും. പക്ഷേ ഗ്രൗണ്ടിൽ അത് കാണുന്നില്ല, ബംഗാളിൽ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് തർക്കവിഷയം ഈ ആര് നയിക്കും എന്നുള്ള. അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇരിക്കട്ടെ. അങ്ങനെ അതാണല്ലോ, അത്തരം തർക്കവിഷയങ്ങൾ കൂടുതൽ ഉന്നയിച്ചാൽ ഈ സഖ്യത്തിന്റെ എന്താണ് അതിന്റെ നിലനിൽപ്പൊക്കെ പല ഘട്ടങ്ങളിലും ചോദ്യം ഞാൻ പറയാം. ഒരു ഘട്ടത്തിൽ ഞാനൊരു ഒന്ന് ഗസ് ചെയ്യാണ്. ഈ INDA സഖ്യം ജയിക്കുന്നു, ഇന്ത്യ മുന്നണി ജയിക്കുന്നു ലോക്സഭാ ഇലക്ഷനിൽ, ഭൂരിപക്ഷം നേട്ടുന്നു. പിന്നീടാണ് യഥാർത്ഥ അടിയുണ്ടാകാൻ പോകുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നതാണ്. കാരണം ഒരു ഐക്യ സ്വഭാവം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടി നിരയിൽ ഉണ്ടാവുന്നില്ല. ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് എന്നത് പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ സംസ്ഥാനങ്ങളിൽ പോലും സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി നിൽക്കുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട്. അതെ, അപ്പോൾ അതാണ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം രാംലീല മൈതാനിയിൽ നടക്കുമ്പോഴും പ്രതിനെ പോലെ ഉള്ളവർക്കുള്ള സംശയം എന്താണ്? അതാണ് ഈ സഖ്യത്തിന് തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിലും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതേ കൂട്ടായ്മ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതല്ലേ. ഈ സ്റ്റേജിൽ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തർക്കം ഉണ്ടാവുന്നത് അപ്പോൾ സംസ്ഥാനങ്ങളിൽ? അതാണ് ചോദ്യം. എന്നാൽ ഇന്നത്തെ ഈ ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന ഈ വലിയ മഹാറാലി എന്തായാലും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അവിടെ നടന്ന ഒരു സംഭവത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗിക്കവേ ഒരു വാചകം പ്രിയങ്ക ഗാന്ധി ഉപയോഗിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്കൊപ്പം ദസറ ആഘോഷത്തിൽ രാവണ ദഹനം കാണാൻ ഇതേ മൈതാനത്ത് വന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പ്രിയങ്ക പറഞ്ഞ ആ ദസറ ആഘോഷം 1978-ലാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തായതിന് തൊട്ടു പിന്നാലെ നടന്ന ദസറ. അന്ന് പ്രിയങ്കയ്ക്ക് 6 വയസ്സ് മാത്രമാണ് പ്രായം. ആ ദൃശ്യങ്ങളിൽ ഒന്ന് വിതുമ്പുകയും കണ്ണു നിറയുകയും ചെയ്ത ഇന്ദിരാഗാന്ധിയെ നമുക്ക് കാണാം. പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ആ രാവണ ദഹന സമയത്തെ ആഘോഷത്തെ, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. हर साल दशहरे के दिन यहाँ इसी मैदान में रावण के पुतले का दहन होता है. मैं छोटी थी तो अपनी दादी जी इंदिरा जी के साथ आती थी, उनके पैरों के पास जमीन पर बैठ के देखती थी. അപ്പോൾ വെൽക്കം ബാക്ക്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ വിജയകുമാർ, അതായത് നമ്മുടെ ഈ ഇലക്ഷൻ സ്റ്റണ്ടിനും അല്ലെങ്കിൽ ഇലക്ഷൻ ബുള്ളറ്റിനും ഒക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ഇലക്ഷൻ ഡെസ്ക് തന്നെ 24 രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള വാർത്തകൾ, ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള വിഷ്വൽസ് ആണെങ്കിൽ അത്, ഒരുപക്ഷെ അതിന്റെ ചരിത്രം, ഇതെല്ലാം തയ്യാറാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു ഇലക്ഷൻ ഡെസ്ക് സെപ്പറേറ്റ് ഉണ്ട്. അവർ നോക്കൂ, ഇന്നിപ്പോൾ ഈ ദസറ ആഘോഷം അത് വളരെ രസകരമായിട്ടുള്ള ആ ഒരു വിഷ്വൽസ് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിയാണ്. എന്താണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ആ പഴയ ദൃശ്യം എന്നുള്ളത്, അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഒപ്പം അതിലെ വൈകാരിക മുഹൂർത്തം അല്ലെ, ഇന്ദിരാഗാന്ധി അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ തിരിച്ചടിയും അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ ജീവിതം, അതൊക്കെ ആ ഒരൊറ്റ ദൃശ്യങ്ങളിലുണ്ട്. അവരുടെ കണ്ണ് നിറയുന്നതും കണ്ണ് തുടയ്ക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരിലെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ജോസഫ് ചോദിച്ചൊരു കാര്യമുണ്ട്. പ്രജിൻ ബ്രോ, ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ സ്റ്റണ്ട് നടത്തി കണ്ടില്ലല്ലോ,
ഈ ജോസ്ഫിൻ ജോസഫിന്റെ കമന്റുകൾ ഞാൻ ഒരു 3-4 തവണ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് ഇലക്ഷൻ ഇടിച്ച് പഞ്ചറാക്കണം, അതാണോ ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് ജോസിനോട് ചോദിക്കാം. യെസ്, അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കുന്നു. മണ്ഡല പരിചയം. രാഷ്ട്രീയത്തിനപ്പുറം താരപോരാട്ടങ്ങൾക്ക് കൂടി വേദിയാവുകയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. ഹാട്രിക് ലക്ഷ്യമിട്ട് NK പ്രേമചന്ദ്രൻ ഇറങ്ങുമ്പോൾ മുകേഷ് MLA തന്നെ ഇറക്കി മത്സരം കടുപ്പിക്കുകയാണ് മറുഭാഗത്ത് LDF. കൃഷ്ണകുമാറിന്റെ താരപരിവേഷത്തിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാം എന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. ചവറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പത്തനാപുരം, പുനലൂർ തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന കടൽക്കാറ്റിനുണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഉപ്പുരസം, പിന്നെ സങ്കീർണമായ സാമുദായിക സമവാക്യങ്ങളും. ഇക്കുറി ഇത് താരപ്പൊലിമയുടെ കൂടി മത്സരമാണ്. കേരള രാഷ്ട്രീയത്തിൽ താരപ്രഭയുള്ള നേതാവാണ് NK പ്രേമചന്ദ്രൻ. ആ നേതാവിനെ നേരിടാൻ രാഷ്ട്രീയ പാരമ്പര്യമുള്ള താരത്തെയാണ് LDF മത്സരിപ്പിക്കുന്നത്. N ശ്രീകണ്ഠൻ നായർ മുതൽ ബേബി ജോൺ വരെയുള്ള വിപ്ലവ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ പാരമ്പര്യമാണ് NK പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയ താരത്തിന്റെ കൈമുതൽ. ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് മുതൽ ലോക്സഭയിലേക്ക് വരെ ജയിച്ചെത്തിയ അനുഭവമാണ് അടിത്തറ. നല്ല ആത്മവിശ്വാസമാണ്, പക്ഷേ അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, ഞങ്ങൾ മത്സരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയും സംസ്ഥാനം ഭരിക്കുന്ന CPM നേതൃത്വത്തിലുള്ള LDF മുന്നണിയുമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കൊല്ലം ഒരു മുന്നണിയുടെയും കുത്തകയല്ല, പക്ഷേ വിജയിച്ചവരെല്ലാം ഒരേ സമുദായത്തിൽ നിന്ന് ഉള്ളവരാണ്. പല പ്രമുഖരെയും വളർത്തിയതിനൊപ്പം വീഴ്ത്തിയ ചരിത്രവും കൊല്ലത്തിനുണ്ട്. കൊല്ലത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 1 മാത്രമാണ് UDFന്റെ പക്കലുള്ളത്. O മാധവൻ മുതലുള്ള രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായാണ് മുകേഷിനെ CPIM കൊല്ലത്ത് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചത്. 2 വട്ടവും ജയിച്ചതിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ലോക്സഭയിലേക്കുള്ള മത്സരം. ഇപ്രാവശ്യത്തെ കണക്ക് ശരിക്കും പറഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, തൊഴിലാളികളുടെ, കൊല്ലം ജില്ലയിലുള്ളവർ ഇളകി മറിയുകയാണ്. കഴിഞ്ഞ തവണ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും കൈപ്പിടിയിലിരിക്കുമ്പോഴാണ് CPIMന്റെ KN ബാലഗോപാൽ തോറ്റത്. MA ബേബി പരാജയപ്പെടുമ്പോഴും നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് മേൽക്കൈയുണ്ടായിരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലം ഉൾപ്പെട്ട ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനം നിലനിർത്തി. എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടു വിഹിതം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. സിനിമാ താരം കൂടിയായ കൃഷ്ണകുമാറിന് വോട്ടു വിഹിതം ഉയർത്താൻ കഴിയുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കൊല്ലത്തെ ഒരു കാലത്തെ കൊല്ലത്തിന്റെ പ്രൗഢിയുള്ള കൊല്ലമുണ്ട്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നതിന് കാരണം എന്താ? അത്ര സുന്ദരമായ സ്ഥലമുണ്ട്. കൊല്ലത്ത് വന്ന ഒരാൾക്ക് പിന്നെ ഇല്ലത്തോട്ട് പോകാൻ താല്പര്യമില്ല. ആ കൊല്ലത്തിനെ ഇന്ന് ഈ ശോചനീയാവസ്ഥയിലാക്കിയത് ഈ 2 മുന്നണികളുടെ അവഗണനമുണ്ട്. കിഴക്ക് തമിഴ്നാട് കോട്ടവാസൽ മുതൽ വടക്ക് ചവറ കന്നേറ്റിപ്പാലം വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലത്തിൽ തീരദേശ വോട്ടുകൾ നിർണായകമാകും. ജാതിമത സാമുദായിക സംഘടനകളുടെ തീരുമാനങ്ങളും മതസ്ഥാപനങ്ങളുടെ നിലപാടും പ്രതിഫലിക്കുന്ന മണ്ഡലം കൂടിയാണ് കൊല്ലം. പക്ഷേ അത്തരം തീരുമാനങ്ങളെല്ലാം രാഷ്ട്രീയത്തിന് അതീതവുമായിരിക്കും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. യെസ്, അപ്പോൾ അതാണ് കൊല്ലത്തിന്റെ കടുത്ത പോരാട്ടം നടക്കുകയാണ് കൊല്ലം. അതിലെ എന്താണ് ഇത്തവണ കൊല്ലത്ത് തെരഞ്ഞെടുപ്പിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. വലിയ അടിയൊഴുക്കുകളൊക്കെ സംഭവിക്കുമെന്നൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇത്തവണ കൊല്ലത്തിനുണ്ട്. എന്തായാലും വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഈ കമന്റ് ബോക്സിലെ പല ആൾക്കാർ നമ്മുടെ ഈ ഇലക്ഷൻ പ്രതിപക്ഷ ഐക്യനിരയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചല്ലോ. അതിന് ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അബ്ദുൽ ഹമീദ് പറഞ്ഞൊരു പ്രത്യേക അഭിപ്രായമുണ്ട്. ശൈലജ, KK ശൈലജയാണ് പ്രൈം മിനിസ്റ്റർ ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നു ഇന്ത്യ സഖ്യത്തിന്റെ. ഇത് കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. ഇതേ അഭിപ്രായം പറയുന്ന ഒരാൾ നമ്മുടെ PCR-ലുണ്ട്. സ്ഥിരമായിട്ട് ഞാനുമായിട്ട് മൽപ്പിടുത്ത് നിൽക്കുന്ന, അതായത് ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷ പ്രധാനമന്ത്രിയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അത് KK ശൈലജയാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ ഓൺലൈൻ എഡിറ്റർ മിസ്റ്റർ അനൂപാണ്. പക്ഷേ അനൂപ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അനൂപിന് സന്തോഷമായി കാണും. കാരണം ഒരാളൂടെ ഉണ്ടല്ലോ, അബ്ദുൽ ഹമീദാണ് അതേ അഭിപ്രായം പങ്കുവെക്കുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. നേരത്തെ ഇത് പ്രതിപക്ഷ സഖ്യത്തിന്റെ യോഗം ചേർന്ന സമയത്ത്
മല്ലികാർജുൻ ഖാർഗെ ഈ മുന്നണി നയിക്കട്ടെ എന്നൊരു അഭിപ്രായം വന്നിരുന്നു. ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ച ആളെന്ന നിലയിൽ JDU നേതാവ് നിതീഷ് കുമാർ അന്ന് അദ്ദേഹമാണ് ഇതിന്റെ നേതാവെന്ന് പറഞ്ഞു. മമതാ ബാനർജി അവരാണ് അതിന്റെ നേതാവെന്ന് അവരുടെ അനുയായികൾ പറഞ്ഞു. അങ്ങനെ എല്ലാ പാർട്ടിയിലെ നേതാക്കൾ അവരവർക്ക് വേണ്ടി സ്വയം വാദിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഒന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല. അത് അപകടമാണ്, അത് ബുദ്ധിപരമായ ഒരു നീക്കമാണ് എന്നതുകൊണ്ടാണ് അത്തരം ചർച്ചകളിലേക്ക് ആ മുന്നണി നേതൃത്വം കടക്കാത്തത് അല്ലേ. അപ്പൊ നമുക്ക് തിരികൊളുത്തിയല്ലോ. അതെ, അപ്പോ നമുക്ക് തിരികൊളുക്കാം. കമ്പക്കെട്ട്. തമിഴ്നാട്ടിലെ പ്രചാരണ രംഗത്ത് കച്ചത്തീവ് കത്തിക്കാൻ BJP. എന്താണ് ഈ കച്ചത്തീവ് എന്നൊരുപക്ഷെ സംശയം പ്രേക്ഷകർക്ക് തോന്നും. ബംഗാൾ ഉൾക്കടലിനും മാന്നാർ ഉൾക്കടലിനും മധ്യേയുള്ള ആൾപ്പാർപ്പില്ലാത്ത 285 ഏക്കർ ദ്വീപ് തമിഴ്നാട്ടിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അതെന്തുകൊണ്ട്? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. കണ്ണു തുറപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും എന്നാണ് 5 പതിറ്റാണ്ട് മുൻപ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. തന്ത്രപ്രധാനമായ കച്ചത്തീവിനെ കോൺഗ്രസ് ഭരണകൂടം നിസ്സാരമായാണ് കൈമാറിയതെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഉത്തർപ്രദേശിലെ മീററ്റിൽ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി ആരോപണം ആവർത്തിച്ചു. 4-5 दशक पहले कह दिया कि ये द्वीप तो गैर जरूरी है, फालतू है, यहां तो कुछ होता ही नहीं है. और ये कहते हुए मां भारती का एक अंग आजाद भारत में ये कांग्रेस के लोगों ने, इंडियन अलायंस के साथियों ने मां भारती का एक अंग काट दिया. കച്ചത്തീവ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെ അമിത്ഷായും JP നഡ്ഡയും രംഗത്തെത്തി. ഇതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ചേരിതിരിഞ്ഞു. കച്ചത്തീവ് വിഷയത്തിൽ തമിഴ്നാട് ഭരിച്ചവരും കുറ്റക്കാരെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലൈ. இந்த நாட்டினுடைய எல்லையை சுருக்கியது காங்கிரஸ். கச்சத்தீவை கொடுத்ததுக்கு அப்புறம் எல்லை சுருங்கிருச்சு. அதுவும் நேரு அவர்கள் தொடர்ச்சியாக கச்சத்தீவு ஒரு சின்ன ஐலண்டு, ஒரு குட்டி தீவு, அதன் மீது எனக்கு எந்தவித மரியாதையும் இல்லைங்கிறார். ஆனா நம்முடைய ஜாயிண்ட் செக்ரட்டரி கிருஷ்ணராவ் அவர்களாக இருக்கட்டும், அட்டார்னி ஜெனரல் സെറ്റിൽവാഡ് അവர்களാக இருக்கட்டும், ഇதை പോരാടി ഇന്ത്യ പെற வேண்டும் എന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ BJP പച്ച തൊടില്ലെന്ന സർവേ ഫലങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പുതിയ ആരോപണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് ദീക്ഷിത് പ്രതികരിച്ചു. These are all selective pieces of propaganda that they take out without any reference to the context. It is because there are elections going on in Tamil Nadu. All surveys show that the BJP is going to be badly smashed in Tamil Nadu, and not only Tamil Nadu, they are losing their rhetoric and the narrative all over India. So it's desperate at times by the Prime Minister to build something for himself. കച്ചത്തീവിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇന്ത്യയും ശ്രീലങ്കയും വർഷങ്ങളായി തർക്കത്തിലായിരുന്നു. 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ശ്രീലങ്കയ്ക്ക് ഈ ദ്വീപ് വിട്ടുനൽകി ഉടമ്പടിയുണ്ടാക്കി. തന്ത്രപ്രധാന സ്ഥലമല്ലെന്നും ശ്രീലങ്കയുമായി ബന്ധം ശക്തമാക്കാമെന്നുമാണ് അന്ന് ഇന്ദിരാഗാന്ധി കണക്കുകൂട്ടിയതെന്ന് പറയുന്നു. ഈ ഉടമ്പടിക്ക് വില നൽകേണ്ടി വന്നത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ്. അതിർത്തി ലംഘനം ആരോപിച്ച് ശ്രീലങ്കൻ നാവികസേന ഇവരെ പിടികൂടി പീഡിപ്പിക്കാറുണ്ട്. കച്ചത്തീവ് തിരിച്ചുപിടിക്കണമെന്ന് തമിഴ്നാട് നിയമസഭ പലവട്ടം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പ്രശ്നപരിഹാരം വേണമെന്ന് കഴിഞ്ഞ വർഷം ശ്രീലങ്കൻ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ ഇന്ത്യ സന്ദർശിക്കും മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു. ജയലളിത മുഖ്യമന്ത്രിയായിരിക്കെ കച്ചത്തീവിനു വേണ്ടി സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളില്ലാ ദ്വീപിൽ ആകെയുള്ളത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച അന്തോണീസ് പുണ്യാളന്റെ പള്ളിയാണ്. ഓരോ വർഷവും ഈ പള്ളിയിലെ പെരുന്നാൾ ദിവസം ഇന്ത്യയിലുള്ളവർക്ക് വീസയില്ലാതെ കച്ചത്തീവിലെത്താം. ഇലക്ഷൻ ഡെസ്ക് 24. ഇതിലൊരു ചെറിയ കാര്യം കൂടി ഉള്ളത്, ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ സേന ഈ ഭാഗത്ത് വെച്ച് പിടിക്കാറുണ്ട്, കസ്റ്റഡിയിൽ എടുക്കാറുണ്ട്. പിന്നീട് നയതന്ത്ര ഇടപെടലൊക്കെ നടത്തിയാണ് അവരെ മോചിപ്പിക്കേണ്ടി വരുന്നത്. ആ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് സ്റ്റാലിൻ തന്നെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം ഉന്നയിക്കുകയും അത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്, തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസിനെ വിമർശിക്കാൻ എന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ ഇത്തരം ഒരു ആയുധം കിട്ടിയാൽ ഉപയോഗിക്കും, അത് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നു.
ഇനിയിപ്പോൾ നമുക്കൊരു ഇടവേളയുടെ സമയമാവുന്നു. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കുന്ന അടിവേരുകൾ എന്ന് പറയുന്ന സെഗ്മെന്റ് ഉൾപ്പെടെ ഇടവേള കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും അല്ലേ? അപ്പൊ ആ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു ചോദ്യം കൊടുത്താലോ? അപ്പം വിജയകുമാർ, നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഇത്തവണ ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അല്ലേ? അത് നിർണായകവുമാണ് അത്തരം സംസ്ഥാനങ്ങൾക്ക് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ഒരാൾ എന്ന റെക്കോർഡ് ആൾ സ്വന്തമാക്കും. അപ്പൊ രണ്ട് ചോദ്യമുണ്ട്. ഏതാണ് ആ സംസ്ഥാനം? അങ്ങനെയെങ്കിൽ ആ ഭരണ തുടർച്ച നേടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം രാജ്യത്ത് മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ പോകുന്ന ആ റെക്കോർഡ് അടിക്കാൻ പോകുന്ന ആൾ ആരാണ്? കണ്ടുപിടിക്കുക. സംസ്ഥാനം ഏത്, നേതാവ് ഏത് അല്ലേ? ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ വരും. ആ സമയത്ത് ഈ ചോദ്യത്തിന് ഉത്തരവും ഉണ്ടാകും. രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള നമ്മുടെ യാത്രയും ഉണ്ടാകും. ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. അപ്പൊ നമ്മളുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകും മുമ്പ് നമുക്ക് ആ ഉത്തരവൊന്ന് പറയാം അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലെത്താൻ പോകുന്ന, ആ റെക്കോർഡ് നേടാൻ പോകുന്ന ഒരാൾ, അത് ആ ഒരു പക്ഷേ ആ സാധ്യത കൂടി വരുന്നുണ്ട് അല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിക്ടറി അവിടെ ഉണ്ടാവുകയും അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ എത്തുകയും ചെയ്താൽ പിന്നെ ഒരു 4 മാസം കഴിയുമ്പോൾ ആ റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമാകും അല്ലേ? അതെ. ആ സംസ്ഥാനം മറ്റൊന്നുമല്ല, ഒഡീഷയാണ് സംസ്ഥാനം. നവീൻ പട്നായിക് ആണ് ആ മുഖ്യമന്ത്രി. അപ്പോൾ നിലവിൽ 24 വർഷം പൂർത്തിയായിട്ടുണ്ട്. 24 വർഷവും 53 ദിവസവും അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ സിക്കിമിലെ മുഖ്യമന്ത്രി ആയിരുന്ന അല്ലേ, 2019 വരെ സിക്കിമിലെ മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ ചാംലിംഗിനാണ് ആ റെക്കോർഡ്. അദ്ദേഹം ജ്യോതി ബസുവിനെ മറികടന്നാണ് ആ പദവിയിലെത്തിയത്. പിന്നീട് നവീൻ പട്നായിക്കും ജ്യോതി ബസുവിനെ മറികടന്ന് രണ്ടാമതെത്തി. ഇപ്പോൾ ജ്യോതി ബസു 3-ാം സ്ഥാനത്താണ്. രണ്ടാമത് നവീൻ പട്നായിക്കാണ്. ഒന്നാമത് നിൽക്കുന്നത് പവൻകുമാറാണ്. അദ്ദേഹത്തെ മറികടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഒരു 4 മാസം കൂടി കഴിഞ്ഞാൽ ഈ സിക്കിം സംഗ്രാം പരിഷത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ പവൻകുമാർ ചാംലിംഗ് പിന്നീട് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന ഒരു മുന്നണി ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടി, ഒരു ഹരിത മുഖ്യമന്ത്രി എന്ന് കൂടിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ഹരിത മിഷൻ രാജ്യത്ത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തതും അല്ലെങ്കിൽ തുടങ്ങിയത് സിക്കിമിലാണ്. അങ്ങനെ ധാരാളം പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തെ മറികടന്നാണ് ഇപ്പോൾ നവീൻ പട്നായിക് ആ പദവിയിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആർക്കാണ് ഈ ഉത്തരത്തിന് കൃത്യമായ ഉത്തരം ആദ്യം പറഞ്ഞത് നോക്കാം. അത് എനിക്ക് തോന്നുന്നു നവാസ് കാരുപ്പറമ്പൻ എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകനാണ്. ഒറ്റയടിക്ക് ആദ്യം തന്നെ പറഞ്ഞു നവീൻ പട്നായിക്. പക്ഷേ സ്റ്റേറ്റ് പറഞ്ഞില്ല. 2 ചോദ്യങ്ങളുണ്ടായിരുന്നു, സ്റ്റേറ്റും മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു. അപ്പം എന്തായാലും സ്റ്റേറ്റ് എന്താണ്, അത് നവീൻ പട്നായിക്കിന്റെ പേര് പറഞ്ഞാൽ അതിലുണ്ട് ഒഡീഷ എന്നതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട് അതിന് തൊട്ട് പിന്നാലെ. നമ്മുടെ എല്ലാ പ്രേക്ഷകരും മികച്ച രീതിയിൽ മത്സരിക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ. ഉറപ്പായും. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. വേരുകൾ. ആ കഥ ഇങ്ങനെയാണ്. BJP ദേശീയ അധ്യക്ഷൻ ബംഗാരു ലക്ഷ്മണിന്റെ രാജി, പിന്നാലെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെ പടിയിറക്കം, സമതാ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്ന ജയ ജെയ്റ്റ്ലി, 2001 അടൽ ബിഹാരി വാജ്പേയി സർക്കാരിനെ സംശയ നിഴലിലാക്കിയത് ഈ രാജികൾ മാത്രമായിരുന്നില്ല. അഴിമതിയിൽ പ്രതിഷേധിച്ച് രാജിവെച്ചൊഴിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും കൂടിയായിരുന്നു. എല്ലാത്തിനും കാരണമായത് തെഹൽക്ക എന്ന മാധ്യമ സ്ഥാപനം ഒരുക്കിയ കെണിയും. 2004 കോൺഗ്രസിന് തിരിച്ചുവരവിന് സാഹചര്യമൊരുക്കിയത് NDA സർക്കാരിന്റെ ഈ പ്രതിച്ഛായ നഷ്ടം കൂടിയാണ്. ആസ്ഥാനം ലണ്ടൻ എന്ന് വിശ്വസിപ്പിച്ച് രൂപീകരിച്ച വെസ്റ്റേൺ ഇന്റർനാഷണൽ എന്ന കമ്പനി, ആ സ്ഥാപനത്തിലെ പ്രതിനിധികൾ എന്ന് നടിച്ച് ആയുധം വിൽക്കാൻ എത്തിയത് തെഹൽക്ക എന്ന മാധ്യമത്തിലെ പ്രവർത്തകർ. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വാർത്താക്കെണിയിലാണ് അങ്ങനെ വമ്പന്മാർ ഓരോരുത്തരായി ചെന്നുവീണത്. പ്രതിരോധ മന്ത്രാലയം ഉദ്യോഗസ്ഥൻ P. ശശിമേനോൻ വഴി ആയുധ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ബ്രിഗേഡിയർ അനിൽ സേഗാളിനെ സമീപിച്ചു. അനിൽ സേഗാൾ വഴി ലഫ്റ്റനന്റ് കേണൽ ശർമ്മയിൽ എത്തുന്നു. ബ്രിഗേഡിയർ ഇക്ബാൽ സിംഗിനെയും മേജർ ജനറൽ SP മുകളിനെയും ഇതേ മാർഗത്തിൽ സമീപിക്കുന്നു. 5 സ്റ്റാർ ഹോട്ടലിൽ വിരുന്നൊരുക്കുന്നു. 40,000 രൂപ മുതൽ 50,000 രൂപ വരെ ഓരോരുത്തർക്കും ആദ്യ ഗഡു എന്ന പേരിൽ കൈമാറുന്നു. പാട്ടിലാക്കാൻ പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് സ്ത്രീകളെയും എത്തിച്ചു നൽകി എന്ന് CBI കുറ്റപത്രം. പിതാവ് R.K. ഗുപ്ത RSS ട്രസ്റ്റിയാണെന്ന് അവകാശപ്പെട്ട ദീപക് ഗുപ്ത വഴിയാണ് BJP നേതാക്കളുമായി ബന്ധപ്പെടുന്നത്. 2000 ഡിസംബർ 23 മുതൽ 2001 ജനുവരി 7 വരെയുള്ള സമയത്ത് 8 തവണയാണ് തെഹൽക്ക സംഘം BJP അധ്യക്ഷൻ ബംഗാരു ലക്ഷ്മണനെ കണ്ടത്. ഇതിനിടെ ജനുവരി 1-ന് 1 ലക്ഷം രൂപ കൈമാറുന്ന വീഡിയോ ചിത്രീകരിച്ചു. ജോർജ് ഫെർണാണ്ടസുമായി നേരിട്ടായിരുന്നില്ല ഇടപാട്. സമതാ പാർട്ടി അധ്യക്ഷയും ജോർജ് ഫെർണാണ്ടസിന്റെ ജീവിത പങ്കാളിയുമായ ജയ ജെയ്റ്റ്ലിക്ക്
2 ലക്ഷം രൂപയാണ് കൈമാറിയത്. സമതാ പാർട്ടി ട്രഷറർ RK ജെയിനിന് 1/2 ലക്ഷം രൂപയും ബംഗാരു ലക്ഷ്മണിന്റെ സെക്രട്ടറി രാജു വെങ്കടേഷിന് 10,000 രൂപയും കൈമാറി. തെഹൽക്ക വാർത്ത പുറത്തുവിട്ട ശേഷം ബംഗാരു ലക്ഷ്മൺ രാജിവെച്ചു. ജോർജ് ഫെർണാണ്ടസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് മമതാ ബാനർജി രാജിവെച്ചു. ഇതിന് പിന്നാലെ ജോർജ് ഫെർണാണ്ടസും രാജിവെച്ചു. ജയ ജെയ്റ്റ്ലി സമതാ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. പ്രത്യേക CBI കോടതി ബംഗാരു ലക്ഷ്മണിനെ 2011 4 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. പരോളിൽ ഇറങ്ങിയ സമയത്ത് ബംഗാരു ലക്ഷ്മൺ അന്തരിച്ചു. ജയ ജെയ്റ്റ്ലിയെയും മേജർ ജനറൽ SP മുകുളിനെയും 2020 പ്രത്യേക CBI കോടതി 4 വർഷത്തേക്ക് ശിക്ഷിച്ചു. കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ മേജർ ജനറൽ MS അലുവാലിയയ്ക്ക് തെഹൽക്കയും തരുൺ തേജ്പാലും 2 കോടി രൂപ നൽകണമെന്ന് ഡൽഹി ഹൈക്കോടതി 2023 ജൂലൈയിൽ വിധിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. ഒരു കാലത്തല്ലേ ഇന്ത്യൻ പൊളിറ്റിക്സിനെ പിടിച്ചുലച്ചതാണ്. അതെ 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 ഒരു സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകുമെന്ന് കരുതിയ ഘട്ടത്തിൽ പുറത്തു വന്ന ഒരു അന്വേഷണാത്മക റിപ്പോർട്ട്, അതുണ്ടാക്കിയ കോലാഹലങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലവും അതിങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. തെഹൽക്ക എന്ന മാധ്യമ സ്ഥാപനം അവർ നടത്തിയ ഇടപെടലൊക്കെ അത് മാധ്യമ വിദ്യാർത്ഥികൾക്ക് കൂടി ഒരു പഠന വിഷയവുമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. ആ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഒരു ദൃശ്യമാണ് നമ്മൾ ആദ്യം കാണിച്ചത് അല്ലേ, ബംഗാരു ലക്ഷ്മൺ പണം കൊടുക്കുന്നു അല്ലെ, പാർട്ടി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അതിനിടയിൽ പല ആൾക്കാരും കമന്റുകൾ അയക്കുന്നുണ്ട്. വിജയകുമാർ, അതിൽ നമുക്ക് എടുത്തു വരേണ്ട കുറെ കമന്റുകളുണ്ട്. അതായത് SK എന്താണ് സ്റ്റണ്ട് കൂടാൻ വരാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം, അങ്ങനെ ചില തിരക്കിലാണ്. അതെ. അപ്പോൾ ജാസ്മിൻ ജെയ്വിൻ ചോദിക്കുന്നു, ഈ 24ന്റെ കപ്പ് സമ്മാനം കിട്ടുവാണെങ്കിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ഉത്തരം പറയുന്നു. അപ്പൊ 24ന്റെ കപ്പ് നൽകുന്നത് നമ്മളല്ല. അത് 24ന്റെ കപ്പ് ഒരു പോപ്പുലർ, ഒരു ജനപ്രിയ സംഗതിയാണെന്ന് മനസ്സിലായി. അത് SK ആണ് അത്ര അത് നൽകാറുള്ളത്. പക്ഷേ പലപ്പോഴും ഈ ഉത്തരം പറയുന്ന ആൾക്കാർക്ക് SK കപ്പ് നൽകാൻ റെഡിയാണ്, പക്ഷേ കപ്പ് വേണ്ടാത്തവരാണ് കൂടുതൽ ആൾക്കാരും. ഈ കാരണം അഡ്രസ്സ് ഇനിയും അയക്കാൻ ബാക്കിയുള്ള ഒരുപാട് പേരുണ്ട്. അത് ഏത് പ്രോഗ്രാമിന്റെ കാര്യം? നമ്മുടെ അവതാരപ്പുലികൾ ചെയ്ത സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ സമയത്ത് കുറെ ആൾക്കാർ കപ്പ് നേടിയിരുന്നു. ആ കപ്പ് ഇപ്പോഴും വാങ്ങാത്ത അല്ലെങ്കിൽ അഡ്രസ്സ് അയച്ചു തരാത്ത ഒരുപാട് പേരുണ്ട്. അത് ഇടയ്ക്കിടെ SK പറയാറുണ്ട്. അപ്പോൾ കപ്പിന്റെ കാര്യമൊക്കെ SK-നുമായിട്ട് നിങ്ങൾ നേരിട്ട് പറയുക അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു, കണ്ടതും കേട്ടതും. അപ്പൊ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ മത്സരമാണ്. അപ്പൊ പരസ്പരം മത്സരിക്കേണ്ടി വരും, പലരും തമ്മിൽ വിയോജിക്കേണ്ടിയും വരും. നേരിട്ട് കണ്ടാൽ കൈ കൊടുത്ത് ചിരിച്ചു കാണിക്കുന്നതാണ് നമുക്ക് പതിവുള്ള രാഷ്ട്രീയ ദൃശ്യങ്ങൾ. അതായത് എന്ത് വൈരമുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമ്മൾ തിരിച്ച് കളിച്ച് അങ്ങ് കൈ കൊടുത്ത് അങ്ങ് പിരിയും. പക്ഷേ ചിലർക്ക് അതെപ്പോഴും സാധിക്കണമെന്നില്ല. ഇണങ്ങിയവരും പിണങ്ങിയവരും കൂടി കണ്ട ഒരു ഈസ്റ്റർ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടിയിലാണ് സ്ഥാനാർത്ഥികളെല്ലാം എത്തിയത്. നിലവിലെ MP ഹൈബി ഈഡൻ വേദിയിലെത്തിയപ്പോൾ മുന്നിലിതാ KV തോമസ്. തെരഞ്ഞെടുപ്പു കാലത്ത് ഒരു ഹസ്തദാനമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മാഷിന് കണ്ട ഭാവമേയില്ല. തിരിഞ്ഞൊരൊറ്റ ഇരുപ്പ്. തൊട്ട് പിന്നാലെ എത്തി NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ. ഹൈബിയെ മൈൻഡ് ചെയ്യാതിരുന്ന തോമസ് മാഷ് രാധാകൃഷ്ണനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നങ്ങ് സ്വീകരിച്ചു. തൊട്ടു പിന്നാലെ വേദിയിലേക്കു കടന്നുവന്ന സാനുമാഷിന് കൈകൊടുത്ത് ഹൈബി ക്ഷീണം മാറ്റി. ഹൈബിയോട് പിണക്കമാണോ എന്ന ചോദ്യത്തിന് തോമസ് മാഷിന്റെ മറുപടി ദാ ഇങ്ങനെ. ഹൈബിയായി പിണക്കത്തിലാണോ? പിണക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കരുത്. പക്ഷെ തുടരെ പറയുമ്പോൾ അത് ശരിയല്ല. ഒരൽപ്പം വേദനയോടുകൂടി ചില രഹസ്യങ്ങൾ കൂടി മാഷിവിടെ തുറന്നു പറയുകയാണ്. പക്ഷെ ഒന്ന് പ്രതികരിക്കാൻ ഞാൻ ദുഃഖത്തോടെ വേദനയോടെ ആഗ്രഹിക്കുകയാണ്. ഹൈബിയുടെ അദ്ദേഹം തുടരെയായി ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ഞാൻ MP ആയിരുന്ന കാലഘട്ടത്തിൽ ചെലവഴിക്കേണ്ട 5.9 കോടി രൂപ ചെലവഴിച്ചില്ല, അദ്ദേഹം ചെലവഴിച്ചു വന്നു. ഞാൻ ഇരുന്ന കാലഘട്ടം മുതൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് MP ഫണ്ട് പെടുത്തുന്നത്, അത് ഞാൻ പുറത്തു കൊണ്ടുവരും. സമാധാനത്തോടെ ഒരു ഈസ്റ്റർ ആഘോഷിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ എന്ന് ഹൈബി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകണം. ഒരു ഇലക്ഷന്റെ മൂഡിലോ ക്യാമ്പയിനിലോ അല്ല. കാരണം എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം നോമ്പിന് ശേഷം ആചരിക്കുകയാണ് ഈസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഭാഗമാകുക, കുടുംബത്തോടൊപ്പമാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പക്ഷേ പരമാവധി സ്ഥലങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് സംവേദിക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുകയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ.
അല്പം വൈകിയാണെത്തിയതെങ്കിലും ഒരു പാട്ടുപാടി രംഗം കൊഴുപ്പിച്ചു ഷൈൻ ടീച്ചർ. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. പിന്നെ വേദിയിൽ കണ്ടവർക്കൊക്കെ കൈകൊടുക്കലും കെട്ടിപ്പിടുത്തവും. ഞാൻ വൈകിയതല്ല, അവർ എന്നെക്കാൾ മുന്നേ പ്രചരണം തുടങ്ങിയതാണെന്ന് വേദിയിലെത്തിയ KS രാധാകൃഷ്ണൻ. പക്ഷേ ഫലം വരുമ്പോൾ ഒന്നാമതാകുമെന്നാണ് KSന്റെ ശുഭപ്രതീക്ഷ. അവര് കുറെ ചിലർ രണ്ടുപേര് എന്നേക്കാൾ മുമ്പ് വന്നു എന്നുള്ളത് നേരാണ്. അതുകൊണ്ട് ഞാൻ ഒടുവിലാണ് എന്ന് അർത്ഥമില്ല. പിന്നെ അവിടെ നിന്നവരെല്ലാവരും ഇപ്പം എനിക്ക് വോട്ട് ചെയ്യില്ലേ? ഇത് മനസ്സിലായില്ല ഇതുവരെ. പിന്നെ ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിൽ മാത്രമല്ല, മണ്ഡലത്തിലെ ആഘോഷ പരിപാടികളിലും സ്ഥാനാർത്ഥികൾ സജീവമാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ സുദേവിനൊപ്പം വിനീത VG 24. രജനി, KS രാധാകൃഷ്ണനും KV തോമസും ഒരേ പാർട്ടിയിൽ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്, സഹപ്രവർത്തകർ കൂടിയായിരുന്നു. അവർക്കിടയിൽ അവർ രണ്ടുപേരും കോൺഗ്രസിലായിരുന്നപ്പോൾ കോൺഗ്രസ് വിട്ട് ഒരാൾ BJPയിലേക്കും ഒരാൾ ഇടത് ഭാഗത്തും നിൽക്കുമ്പോഴും അവർക്കിടയിൽ വലിയ സൗഹൃദമുണ്ട്. പക്ഷേ കോൺഗ്രസിൽ തുടരുന്ന ഹൈബി ഈഡനോട് അവർക്ക് രണ്ടുപേർക്കും ആ സൗഹൃദം ഇല്ല എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പറയുന്നുണ്ട് എന്താണ് അവരുടെ രാഷ്ട്രീയം അല്ലേ. അപ്പൊ അതിനിടയിൽ റീന സതീശൻ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്രജിൻ ആൻഡ് VK, ഈ VK ആരെന്നറിയോ? അങ്ങനെ അറിയപ്പെടുന്നുണ്ടോ? VK വിജയകുമാർ. അപ്പൊ എന്റെ കപ്പ് എനിക്ക് കിട്ടി, ഇനി വേണ്ടാത്തവരുടെ കപ്പ് തരുമെങ്കിൽ സന്തോഷം ഞാൻ അത് സ്വീകരിക്കുന്നതായിരിക്കും എന്ന് റീന സതീശൻ അറിയിക്കുന്നു. ഇങ്ങനൊരു നിർദ്ദേശം വന്ന കാര്യം SKന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. തീർച്ചയായിട്ടും നമ്മൾ അറിയുന്നതായിരിക്കും. അപ്പൊ നമ്മളൊരു ഇടവേളക്ക് പോലെ. അതെ, ഇടവേള കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ കേരളത്തിന് പുറത്തുള്ള തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ കാണാം. ചോദ്യം വേണോ? ചോദ്യം ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാം. ഒരു ചോദ്യം കൊടുക്കാം അല്ലെ. അപ്പൊ അതായത് BJPക്കാർ പറയുന്നു ഇത് കേന്ദ്രഭരണ പ്രദേശമാണെന്ന്, ആം ആദ്മിക്കാർ പറയുന്നു അല്ല ഇത് സംസ്ഥാനമാണെന്ന്. ഏതാ സംസ്ഥാനം? ഡൽഹിയാണ്. അപ്പം ഇത്തവണത്തെ ലോക്സഭ പക്ഷേ അല്ല അത്ര എളുപ്പമാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് ഡൽഹിയെ കുറിച്ചാണ്. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് എന്നതാണ് എന്റെ ചോദ്യം. നമ്മുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ ഡൽഹി ഇപ്പോൾ ഈ ഇലക്ഷൻ. അതുകൊണ്ട് തന്നെ അവിടെ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് എന്നതാണ് ഈ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിൾ ആയിരുന്നു. ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. ഡൽഹിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടായിരിക്കണം. 7 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഡൽഹി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന ചോദ്യത്തിനും ഇതേ ഉത്തരം, ഡൽഹി എന്ന് പറയാം. ആ 7 എണ്ണം: ഒന്ന് ചാന്ദിനി ചൗക്കാണ്, നോർത്ത് ഈസ്റ്റ് ഡൽഹി, ഈസ്റ്റ് ഡൽഹി, ന്യൂ ഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, വെസ്റ്റ് ഡൽഹി, സൗത്ത് ഡൽഹി. അങ്ങനെ 7 മണ്ഡലങ്ങൾ. ഡൽഹി നഗരപ്രാന്ത പ്രദേശങ്ങളെല്ലാം ലോക്സഭാ മണ്ഡലങ്ങൾ. തുടർച്ചയായി 7 ലോക്സഭാ മണ്ഡലങ്ങളും BJPയുടെ കയ്യിലാണ് ഇപ്പോൾ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ അരവിന്ദ് കെജ്രിവാൾ ഫാക്ടർ അവിടെ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. അത് BJP തിരിച്ചടിയാകുമോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും കടുത്ത പോരാട്ടം നടക്കുന്നൊരു തന്നെയുമല്ല, ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ചാണ് ഡൽഹിയിൽ മത്സരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിനെ പിന്തുണയ്ക്കുന്ന വോട്ടേഴ്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പിന്തുണയ്ക്കുന്നതാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കണ്ടത്. ഇത്തവണ എന്താകും ആ കാഴ്ച എന്നത് ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ് അല്ലേ. അപ്പം വിജയ് മനോജ് PR എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകനാണ് ഏറ്റവും ആദ്യം തന്നെ 7 എന്ന് പറയുന്ന ആ ഉത്തരം നൽകിയത്. അപ്പോൾ ഇനി നമ്മൾ കേരളത്തിന് പുറത്തെ കാഴ്ചകളിലേക്ക് സ്റ്റേറ്റ് സ്കാൻ. BJP നേരിട്ട് മത്സരിക്കാത്ത അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മേഘാലയ. നേരിട്ട് മത്സരിക്കാതെ NPPക്ക് സംസ്ഥാനത്തെ 2 സീറ്റിലും അവിടെ BJP പിന്തുണ നൽകുകയാണ്. BJP മത്സരിക്കുന്നില്ലെങ്കിലും 2 മണ്ഡലങ്ങളിലും ഇത്തവണ ത്രികോണ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. കോൺഗ്രസും NPPയും തൃണമൂൽ കോൺഗ്രസുമാണ് ഊർജിതമായി പ്രചാരണ രംഗത്തുള്ളത്. അസമിന്റെ ചിന്തിയെടുത്ത ഹൃദയം എന്ന് വിളിക്കാം മേഘാലയെ. 5 പതിറ്റാണ്ട് മുമ്പ് രൂപം കൊണ്ട ഈ സംസ്ഥാനത്തിനു പക്ഷേ മാതൃ സംസ്ഥാനമായ അസമിനോട് രാഷ്ട്രീയ പിന്തുടർച്ചയില്ല. വേർപെട്ട് പ്രത്യേക സംസ്ഥാനമായപ്പോൾ മുതൽ പ്രാദേശിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ വിധിയെഴുത്ത്. കോൺഗ്രസിന്റെ കുത്തക തകർത്ത് PA സാഗ്മ പുറത്തു വന്നത് മുതലാണ് ഇവിടെ ഭിന്നവിധി വന്നു തുടങ്ങിയത്. 2 ലോക്സഭാ മണ്ഡലങ്ങൾ, ഷില്ലോങ്ങും തുറയും. ത്രികോണമാണ് മത്സരം. കോൺഗ്രസും NPPയും തൃണമൂൽ കോൺഗ്രസും. ഈ പാർട്ടികൾക്ക് പുറമെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടി, വോയിസ് ഓഫ് പീപ്പിൾ പാർട്ടി എന്നിവയും സജീവം. 2019 വിജയിച്ച വിൻസെന്റ് H. പാല തന്നെയാണ് ഇക്കുറിയും കോൺഗ്രസിനായി ഷില്ലോങ്ങിൽ നിന്ന് മത്സരിക്കുന്നത്.
NPPക്കായി അംബാരി ലിങ്ദോയും UDPക്കായി റോബർട്ട് ജോൺ ഗജ്റഹിനും VPPക്കായി റിജി AJ സിംഗോണുമാണ് മത്സരിക്കുന്നത്. തുറയിൽ അഗത സാങ്മ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്കായി കളത്തിലിറങ്ങുന്നു. സലങ്ങെ സാങ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. 3 പതിറ്റാണ്ടായി തുറ അടക്കി വാഴുന്ന പൂർണോ എ സാങ്മ കുടുംബത്തിൽ നിന്ന് ഇക്കുറി അധികാരം പിടിച്ചെടുക്കാനുള്ള ആത്മവിശ്വാസവുമായാണ് സലങ് സാങ്മ മത്സരത്തിനിറങ്ങുന്നത്. കോൺഗ്രസുമായുള്ള സഖ്യസാധ്യതകൾ തകർത്താണ് TMC സെനിറ്റ് സാങ്മയെ തുറയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 2023 സെനിറ്റ് സാങ്മ കോൺഗ്രസിൽ നിന്ന് തൃണമൂലിലേക്ക് ചേക്കേറിയത്. മുൻ മുഖ്യമന്ത്രി മുകുൾ സാങ്മയുടെ ഇളയ സഹോദരനാണ് സെനിറ്റ്. മേഘാലയയിലെ 2 ലോക്സഭാ സീറ്റുകളിലും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് BJP പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NPPക്ക് നൽകുന്ന ഓരോ വോട്ടും BJPക്കാണ് പോകുന്നതെന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സഖ്യാഐക്യം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്ന BJPക്ക് NPP ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തിരിച്ചടിയായി. പൗരത്വ ഭേദഗതി നിയമവും ക്രൈസ്തവർക്കെതിരായ അക്രമവും മേഘാലയയിൽ ശക്തമായ പ്രചാരണായുധമാക്കുകയാണ് പ്രതിപക്ഷം. BJP ഭരിക്കുന്ന അസമിലെയും ത്രിപുരയിലെയും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയാണെന്ന പ്രചാരണം മേഘാലയയിലും അലയടിക്കുമോ എന്നാണ് അറിയാനുള്ളത്. അതുകൊണ്ടുകൂടിയാണ് NPPയുടെ തണലിലേക്ക് ഒതുങ്ങാൻ ഒടുവിൽ BJP തീരുമാനിച്ചത്. BJP പിന്നിൽ നിന്ന് കളിക്കുന്ന മത്സരമാണ് മേഘാലയയിൽ. BJPയുടെ സംഘടനാ ശക്തിയുടെ കരുത്തിൽ മത്സരിക്കുന്ന NPP കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വെറുതെ മത്സരിക്കുക എന്നതിനപ്പുറം ജയിക്കാനുള്ള നീക്കങ്ങളാണ് തൃണമൂൽ കോൺഗ്രസും നടത്തുന്നത്. ഇതാണ് മേഘാലയയെ പ്രവചനാതീതമാക്കുന്നത്. ക്യാമറാമാൻ വിനിൽ കാശിക്കൊപ്പം കീർത്തന കേശവൻ, ലക്ഷൻ ഡെസ്ക് 24. പഴയ PS സാങ്മ, നമ്മളുടെ ലോക്സഭാ സ്പീക്കറായിരുന്ന PS സാങ്മയുടെ നാടല്ലേ. അതിനുശേഷം അവർ ആ കുടുംബം അധികാരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ആകെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് അവിടെയും അലയടിക്കുക എന്നത് വലിയ ചോദ്യം. ഈ അടുത്ത കാലത്താണല്ലേ അങ്ങനെ ഒരു വലിയ മാറ്റം അത്ര ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത് അല്ലേ. ഈ രാഷ്ട്രീയ പാർട്ടികൾ അവിടെയും ഇപ്പൊ BJP അടക്കമുള്ള പാർട്ടികൾ അവിടെ വേറൊരു രീതിയിൽ കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും ഇങ്ങനെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കോട്ടയായിരുന്ന ആ മേഖലയിലേക്ക് BJP സഖ്യകക്ഷികളെ ചേർത്ത് എത്തുകയും അങ്ങനെ ഏതാണ്ട് ആ സംസ്ഥാനങ്ങളിലാകെ BJP സാന്നിധ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ എന്താണ് ഒരു തന്ത്രപരമായ നീക്കങ്ങളെന്ന് മട്ടിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായിരിക്കും മണിപ്പൂരിന് ശേഷം അവിടുത്തെ സാഹചര്യം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും അതെങ്ങനെ പ്രതിഫലിക്കുന്നു നമുക്ക് കണ്ടറിയാം. അപ്പൊ നമ്മൾക്ക് ഒരു രോഹിണി മനോജ് ഒരു കാര്യം പറയുന്നുണ്ടോ, വിജയകുമാറിനാണ് ഓരോ കൊനഷ്ട ചോദ്യം കൊണ്ട് ഒരു രണ്ടുപേരും ചോദ്യം വളരെ ലളിതമായ ചോദ്യം അല്ലേ. അതിനപ്പുറത്ത് എന്ത് ലളിതമായ ചോദ്യം. ഇതൊരു പൊതുവിജ്ഞാനമാണ്. ആരോ PSC പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് പറ്റുന്ന പരിപാടി കമന്റ് ചെയ്തിരുന്നു. ആ മട്ടിൽ കണ്ടാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും അടുത്ത സെഗ്മെന്റ് അല്ലേ, കവലപ്രസംഗം. അപ്പൊ ഇന്നത്തെ കവല പ്രസംഗത്തിൽ ആരാണെത്തുന്നത്? BJP ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള AP അബ്ദുള്ളക്കുട്ടിയാണ് ഇന്നത്തെ ആൾ. തൃശൂരിലെ പ്രചാരണ വേദിയിൽ കോൺഗ്രസിനെയും CPIM-നെയും കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് AP അബ്ദുള്ളക്കുട്ടി. കാണാം കവലപ്രസംഗം. നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കടിഞ്ചി പൊട്ടൻ, നമ്മൾ സാധാരണ അമ്മമാര് പറയും മൂട്ടുകുട്ടിയെ കുറിച്ച് കുറച്ച് സ്നേഹത്തിലാ പറയാ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും പെരുമാറ്റവും കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ സൂട്ടുകൂട്ട് സർക്കാരാണ്, അദാനിയുടെ അംബാനിയുടെ സർക്കാരാണ്. മിസ്റ്റർ രാഹുൽ, നിങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഒരു മണ്ണും പുണ്ണാക്കും അറിഞ്ഞൂടാ. സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും രാജ്യം ഭരിച്ച് കട്ടുപിടിച്ച് ആ കാശൊക്കെ വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു പാർട്ടി ഓഫീസ് പോലുമില്ല. അത്ര വല്ല കൊള്ള സംഘായിരുന്നു. എന്നിട്ടാണ് ഇപ്പം പറയുന്നത് മുണ്ട് മുറുക്കി കൊടുക്കണം. എടോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നിങ്ങൾക്ക് ഉടുക്കാൻ മുണ്ടുണ്ടാവില്ല. വടക്കൻ മലബാറിൽ നാഷണൽ ഹൈവേയുടെ ഭാഗമായി 18 കിലോമീറ്റർ മാഹി തലശ്ശേരി ബൈപ്പാസ് രാജ്യത്തിന് നരേന്ദ്രമോദി സമർപ്പിച്ചു. അത് സമർപ്പിച്ച ഉടനെ നമ്മുടെ മരുമോൻ, നമ്മുടെ കണ്ണൂരിലെ പുതിയാപ്പള, പിണറായിന്റെ പൊന്നുമോളുടെ പുതിയാപ്പള റിയാസ് മുതലാളി വന്നിട്ട് സെൽഫി എടുത്തിട്ട് പറയാ, ഈ ബൈപ്പാസ് നമ്മന്റെ അമ്മോച്ചങ്ങാന്റെ വകയാ. ഇത് 18 കിലോമീറ്റർ, ഇതുപോലത്തെ 50,000 കിലോമീറ്റർ നരേന്ദ്രമോദി ഇന്ത്യയിൽ ആകെ ഉണ്ടാക്കിയിരിക്കുന്നു. കെജ്രിവാൾ അകത്തായപ്പോ ഒരാൾക്ക് ഉറക്കില്ല, പിണറായി വിജയന് ഉറക്കില്ല. കമലയിടത്തി വീശിക്കൊടുക്കുക, എന്നിട്ട് ഉറക്കു വരുന്നില്ല. മോക്ക് വീണക്ക് വയറുവേദന, നെഞ്ചുവേദന. നിങ്ങൾ എഴുതി വെച്ചോളൂ, മുട്ടുതിന്നവരൊക്കെ വെള്ളം കുടിക്കും. പിണറായി വിജയൻ എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ
ഈ ഇരിഞ്ഞാലക്കുടയിൽ വന്നിട്ട് കരിവന്നൂർ ബാങ്കിലേക്ക് നോക്കിയാൽ മതി എന്താ പിണറായി എന്ന് നമുക്ക് മനസ്സിലാവും. AK ബാലൻ പറഞ്ഞു ദേശീയ പദവി നഷ്ടപ്പെടുന്നു. AK ബാലൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പോട് CPM-ന്റെ ദേശീയ പദവി അംഗീകാരം നഷ്ടപ്പെടും. പിന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടാവില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം ഈനാമ്പേജി അടയാളമായിരിക്കുമെന്ന് AK ബാലൻ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് MV ഗോവിന്ദൻ മാഷയുടെ ഇലക്ഷൻ പ്രചരണം നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ. സഖാവ് ഗോവിന്ദൻ മാഷക്ക് ഈ നാമ്പേച്ചി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഈ ഗതികേട് വരാൻ പോവാ. AC മൊയ്തീൻ അന്ന് പുറത്തുണ്ടാവുമെങ്കിൽ AC മൊയ്തീന് നമുക്ക് ഒരു എലിപ്പട്ടി അടയാളം കൊടുക്കാം. ചിലപ്പോൾ അകത്താവാൻ സാധ്യതയുണ്ട്.